നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണമെന്നും സാമ്പത്തിക കാര്യങ്ങളിലെ കോടതി ഇടപെടലുകൾ സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി. പന്നിത്തടത്ത് വൻതോതിൽ ഹാൻസ് കടത്തുകയായിരുന്ന പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വാഹനത്തിൽ നിന്ന് 18 ചാക്ക് ഹാൻസ് പോലീസ് കണ്ടെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ വളപ്പിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് അതിവേഗ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന നവമണലൂർ കാർബൺ ന്യൂട്രൽ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി അശോക ഉദ്യാനം പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ചൂണ്ടൽ കുന്നിലുള്ള കർഷകൻ പ്രിൻസിന്റെ 1 ഏക്കർ സ്ഥലത്ത് നടന്ന ചടങ്ങിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ആദ്യ അശോക തൈ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരമാലകൾ ഉയരുന്നു. അറുതിയുടെയും കടക്കെണിയുടെയും നാളുകൾക്ക് വിരാമമാകുമെന്ന വിശ്വാസത്തിൽ ബോട്ടുകളും തൊഴിലാളികളും പുതിയ മത്സ്യബന്ധന സീസണിനായി അവസാനവട്ട ഒരുക്കങ്ങളിൽ. വിശദമായ വാർത്തയിലേക്ക്. ഇടതുപക്ഷ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച കൗസ്തുഭം റെസ്റ്റ് ഹൌസിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ല. 1978 രാഷ്ട്രപതി ഒപ്പിട്ട ദേവസ്വം ആക്ടാണ് ഗുരുവായൂരിലുള്ളത്. അതുപ്രകാരം ഗുരുവായൂർ ദേവസ്വം നിയമനങ്ങൾ നടത്താനുള്ള അധികാരം ഗുരുവായൂർ ദേവസ്വത്തിനാണ്. ഇക്കാര്യത്തിൽ ഇനി സുപ്രീം കോടതിയിൽ പോകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. നിലവിലെ ദേവസ്വം ബോർഡുകൾ സർക്കാരുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായാണ് ചില അഭിപ്രായ വ്യത്യാസമുള്ളത്. ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ ഭക്തരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്നതായി ആക്ഷേപമുണ്ട്. ഇത് മാറ്റിയെടുക്കാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണം. സാമ്പത്തിക കാര്യങ്ങളിലെ കോടതി ഇടപെടലുകൾ സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ ഉടൻ നിയമിക്കും. ദേവന്റെ സ്വത്ത് കൈയിട്ട് വാരില്ലെന്ന് ഉറപ്പുള്ള ആളെ മാത്രമേ നിയമിക്കൂ. ഇക്കാര്യത്തിൽ ഒരു ശുപാർശയും സ്വീകരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ദേവസ്വം ബോർഡുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ, അത് മറ്റൊന്നും കൊണ്ടല്ല. അത് കഴിഞ്ഞ കാല പ്രവൃത്തിയുടെ ഒരു ഇഷ്യൂ കാരണം കുറച്ച് ഒരു ബുദ്ധിമുട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിട്ടുണ്ടെങ്കിലും കൊച്ചിയായിട്ടോ മലബാറായിട്ടോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വമായിട്ടോ ഒരു തർക്കവും സംസ്ഥാന സർക്കാരില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു അടുത്ത കാലത്തായിട്ട് ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡ് തീർച്ചയായിട്ടും ആ ബോർഡാണ് ദേവസ്വങ്ങളിലൊക്കെയുള്ള അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത്. അവർക്കൊരു സ്വതന്ത്ര അധികാരം. പക്ഷെ ഗുരുവായൂരിന്റെ പ്രശ്നമുള്ളത്, ഗുരുവായൂരത്തെ നിയമം അത് 1978 അന്നത്തെ സർക്കാർ നിയമം ഉണ്ടാക്കി അത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. രാഷ്ട്രപതി ഒപ്പോടുകൂടിയിട്ടാണ് ആ ആക്ട് നടപ്പാക്കിയത്. പക്ഷെ ഇന്ന് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ടൊരു നിയമം ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് അത് ബാധകമല്ല എന്നാണ് ഹൈക്കോടതി വിധി. ചിലര് അതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ ജീവനക്കാരെ തെരഞ്ഞെടുത്തോട്ടെ എന്നുള്ള ആ 78 അന്ന് സർക്കാർ എടുത്ത തീരുമാനം തന്നെയാണ് ഈ സർക്കാരിന്റെ നയം. തന്റെ പിതാവ് കെ കരുണാകരൻ 40 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കൗസ്തുഭം റെസ്റ്റ് ഹൌസ് നവീകരിച്ച് ഭക്തർക്ക് സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം തനിക്ക് നിർവഹിക്കാനായത് ഭാഗ്യമായി കരുതുന്നതായും കെ മുരളീധരൻ പറഞ്ഞു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, ദേവസ്വം സെക്രട്ടറി MJ രാജമാണിക്യം, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ
ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കുന്നതിനായി 13.5 കോടി രൂപ ചെലവിലാണ് കൗസ്തുഭം നവീകരിച്ചത്. വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ SFI വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വരവൂർ LP സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂളിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് സ്കൂൾ പരിസരത്ത് നടന്ന പ്രതിഷേധ പൊതുയോഗം SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആൽവിൻ ഷാജി ഉദ്ഘാടനം ചെയ്തു. SFI വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VL കണ്ണൻ, ചേലക്കര ഏരിയ സെക്രട്ടറി അഭിലാഷ് ആദിത്യൻ, അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. കുറ്റക്കാരനായ അധ്യാപകനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. SFI ഈ സമരത്തെ ഇവിടെ അവസാനിപ്പിക്കുവാനല്ല തീരുമാനിച്ചിട്ടുള്ളത്, മറിച്ച് ഇതേ നിലയിലുള്ള നിലപാടുമായി ഈ സ്കൂളിനകത്തെ ഏതെങ്കിലും മാഷുമാരും ടീച്ചർമാരും ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തടയുവാൻ വേണ്ടി ഈ സംഘടനയ്ക്ക് കഴിയും. ഈ സംഘടന ഈ സ്കൂളിന് മുമ്പിലും ഈ സ്കൂളിനകത്തും ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ അധികാരികളോട് പറഞ്ഞു വയ്ക്കാനായിട്ടുള്ളത്. പന്നിത്തടത്ത് വൻതോതിൽ ഹാൻസ് കടത്തുകയായിരുന്ന പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വാഹനത്തിൽ നിന്ന് 18 ചാക്ക് ഹാൻസ് പോലീസ് കണ്ടെടുത്തു. വെള്ളിയാഴ്ച പുലർച്ചെ 4 കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലായിരുന്നു അപകടം. ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസുമായി എത്തിയ ബൊലോറോ പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പന്നിത്തടം സെന്ററിന് സമീപമുള്ള സിംല ഗ്രൗണ്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ വാഹനത്തിലുണ്ടായിരുന്നവർ ഹാൻസ് സൂക്ഷിച്ചിരുന്ന ചാക്കുകൾ അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനുശേഷം ഇവർ ഓടി രക്ഷപ്പെട്ടു. അപകട വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി വാഹനവും ഹാൻസ് ചാക്കുകളും കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ പിറകിൽ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് 18 ചാക്കുകളിലായി ഹാൻസ് കൊണ്ടുപോയിരുന്നത്. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് വാഹനം കേച്ചേരി ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. ഓടി രക്ഷപ്പെട്ട 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൻതോതിൽ ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമമാണ് വാഹനാപകടത്തോടെ പൊളിഞ്ഞത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചു. നേരത്തെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവതരിപ്പിച്ചു. ആരെയും വിഷമിപ്പിക്കാതെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചും മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയുള്ളൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. ഭൂമി നഷ്ടപ്പെടുന്നവരുടെയും വ്യാപാരികളുടെയും ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാനായി വിപുലമായ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. ആരുടെയും കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം, MLA മാരായ NK അക്ബർ, ഗീത ഗോപി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ, GK പ്രകാശൻ, OKR മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ വളപ്പിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. അധികൃതർ വിഷയത്തിലിടപെട്ട് അതിവേഗം നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ സ്കൂൾ വരാന്തയിലേക്കും മറ്റും കയറുന്നുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതമായി സ്ഥാപനത്തിലെത്താനും വ്യായാമത്തിനും വിനോദത്തിനുമായി പുറത്തേക്കിറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ്. സ്കൂൾ പരിസരത്തെ റോഡുകളിലും നായശല്യമുണ്ട്. മുമ്പ് ഇതുവഴി വന്ന സ്ത്രീയെ നായ ഓടിച്ചിരുന്നു. ചില സമയത്ത് നായ്ക്കൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നതും കുട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ട്. തെരുവു നായ്ക്കളുടെ ശല്യം തടയാൻ നടപടി ആവശ്യപ്പെട്ട് സ്കൂളിന്റെ ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M ചീരൻ തൃശൂർ ജില്ലാ ചൈൽഡ് വെൽഫെയർ ഓഫീസർക്കും നഗരസഭാ അധികൃതർക്കും കഴിഞ്ഞ ഏപ്രിലിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയുമുണ്ടായില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു.
ശാരീരിക വൈകല്യങ്ങളും മാനസിക വൈകല്യങ്ങളുമുള്ള 82ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. ഏകദേശം 10ഓളം നായ്ക്കൾ ഏത് സമയം സ്കൂളിൻ്റെ വരാന്തയിലും സ്കൂൾ കോമ്പൗണ്ടിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് വെൽഫെയറിനും നഗരസഭാ സെക്രട്ടറിക്കും പരാതികൾ നൽകിയിട്ട് 2-3 മാസമായെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചൈതന്യയിലെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ നായ്ക്കളെല്ലാം ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഭിന്നശേഷിക്കാരായ 80-ലധികം കുട്ടികളാണ് സ്ഥാപനത്തിലുള്ളത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ കാത്തുനിൽക്കാതെ വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവും 1,20,000 രൂപ പിഴയും ശിക്ഷ. വെള്ളറക്കാട് ദുബായ് റോഡ് അരങ്ങത്ത് പറമ്പിൽ 63 വയസ്സുള്ള ഇബ്രാഹിമിന് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2025-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുടുംബ സുഹൃത്തായിരുന്ന ഇബ്രാഹിം അതിജീവിതയ്ക്കും വീട്ടിലെ മറ്റു കുട്ടികൾക്കും മിഠായിയും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് കുട്ടികളുമായി അടുപ്പം സ്ഥാപിച്ച് അതിജീവിതയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സുധീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. എരുമപ്പെട്ടി സ്റ്റേഷൻ ഓഫീസർ അനീഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KS ഓമന അന്വേഷണത്തിന് നേതൃത്വം നൽകി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് ഹാജരായി. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരമാലകൾ ഉയരുകയാണ്. വറുതിയുടെയും കടക്കെണിയുടെയും നാളുകൾക്ക് വിരാമമാകുമെന്ന വിശ്വാസത്തിൽ ബോട്ടുകളും തൊഴിലാളികളും പുതിയ മത്സ്യബന്ധന സീസണിനായി അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. സംസ്ഥാനത്തെ 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കും. ഇതോടെ ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വീണ്ടും സജീവമാകുകയാണ്. നീണ്ട ഇടവേളയ്ക്കു ശേഷം കടലിലേക്കിറങ്ങാൻ ഒരുങ്ങുന്ന ബോട്ടുകളിലും തൊഴിലാളികളുടെ മുഖത്തും പുതിയ പ്രതീക്ഷയാണ് നിറയുന്നത്. സമൃദ്ധിയായി മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവസാനവട്ട ഒരുക്കങ്ങളാണ് മുനയ്ക്കക്കടവിൽ പുരോഗമിക്കുന്നത്. മത്സ്യബന്ധന വലകൾ, ഐസ്, ഭക്ഷ്യസാധനങ്ങൾ, മറ്റ് അവശ്യ ഉപകരണങ്ങൾ എന്നിവ ബോട്ടുകളിലേക്ക് കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് 50ഓളം ബോട്ടുകളാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കടലിലേക്ക് തിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുന്നേ കടലിൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞിരുന്നു. അതോടെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വരുമാനം വലിയ തോതിൽ ഇടിഞ്ഞു. തുടർന്ന് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. പല കുടുംബങ്ങളും കടക്കെണിയിലും ജീവിത പ്രതിസന്ധികളിലുമാണ് കഴിഞ്ഞത്. ഇപ്പോൾ ആ വറുതിക്കാലം പിന്നിട്ട് മികച്ച മത്സ്യസമ്പത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പട്ടിണി വറുതിയുടെ നാൾ അവസാനിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ കേരളത്തിലെ ഫിഷിംഗ് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. ആ പട്ടിണി അവസാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കടൽ പ്രക്ഷുബ്ധമാണെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ കടലിലേക്ക് ഇറങ്ങും. കടലമ്മ കടാക്ഷിക്കുമെന്ന വിശ്വാസത്തോടെയും മികച്ചൊരു സീസൺ സമ്മാനിക്കുമെന്ന പ്രത്യാശയോടെയും പുതിയ മത്സ്യബന്ധന യാത്രയ്ക്കൊരുങ്ങുകയാണ് മുനയ്ക്കക്കടവിലെ മത്സ്യത്തൊഴിലാളികൾ. പുതിയ സീസൺ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ആശ്വാസവും സാമ്പത്തിക സുരക്ഷിതത്വവും തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ സമൂഹം. പരിമിതികളെയും പ്രതിസന്ധികളെയും ഇച്ഛാശക്തിയോടെ മറികടന്ന വിജയഗാഥ തുടരുന്ന അനീഷയ്ക്ക് നഗരസഭയുടെ ആദരം. തിരുനെൽവേലി മനോന്മണീയം സുന്ദരനാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ആർക്കിയോളജിയിൽ 1ാം റാങ്കോടെ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ അനീഷയെ കുന്നംകുളം നഗരസഭ അനുമോദിച്ചു. ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അർഷ ജിജു, വാർഡ് കൗൺസിലർമാരായ NA ഷനൂഫ്, രുദ്ര രജീഷ്, പൊതുപ്രവർത്തകരായ നാസർ എന്നിവരാണ് വടുതല വട്ടംപാടത്തെ വീട്ടിലെത്തി അനുമോദിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളെ നിശ്ചയദാർഢ്യം കൊണ്ട് കീഴടക്കിയ അനീഷയെ ജനപ്രതിനിധികൾ അഭിനന്ദിച്ചു. തമിഴ്നാട് സ്വദേശിനി കനി തുളസിയുടെ മകളാണ് അനീഷ. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് പ്രിലിമിനറി ക്യാമ്പ് നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ അനീഷ് ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് തൃശൂരിലെ മാസ്റ്റർ ട്രെയിനർ ധന്യ ക്യാമ്പിന് നേതൃത്വം നൽകി. ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങളെക്കുറിച്ചും യൂണിറ്റിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിശദമായ പരിശീലനം നൽകി. ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ ഗെയിം അധിഷ്ഠിത പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കൂടാതെ ഓപ്പൺ ടൂൺസ്, റോബോട്ടിക്സ്,
ആർഡിനോ കിറ്റ്, വിവിധ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ലിറ്റിൽ കൈറ്റ് കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണം ചെയ്തു. ലിറ്റിൽ കൈറ്റ് മെന്റർമാരായ ലീമ പോൾ തറയിൽ, PV സവിത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്ന നൌഷാദ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായിരുന്ന പുന്ന നൌഷാദിന്റെ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി അണ്ടത്തോട് സെന്ററിലാണ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തിയത്. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് അധ്യക്ഷത വഹിച്ചു. പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് നിസാം ആലുങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NR ഗഫൂർ, ബ്ലോക്ക് സെക്രട്ടറി ഷാഹിദ് കൊപ്പര, നൌഫൽ തൊട്ടേക്കാടൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റാഫി മാലിക്കുളം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ CU മുസ്തഫ, ഗണേശൻ പെരിയമ്പലം, അൻവർ അസൈനാരകത്ത്, ഷക്കീർ ഹുസൈൻ KCM തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി അൻവർ അസൈനാരകത്ത്, ഇന്ദിരാഭവൻ GCC സെക്രട്ടറി ഹക്കീം ചന്ദനത്ത്, V മുഹമ്മദ് അലി, AH അനസ്, റഫീഖ് ചാലിൽ, മുജീബ് KCM, KU റംഷാദ്, CS സെയ്ദ് മുഹമ്മദ്, ഷെഫീഖ് ചാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നേകി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. മന്നലാങ്കുന്ന് GFUP സ്കൂളിലാണ് നൂതന സാങ്കേതിക വിദ്യയോടെ മാതൃകാപരമായി വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി നടന്ന വോട്ടെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ഷഹർബാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബൈദ പാലക്കൽ, പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹർഷാദ്, പുന്നയൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനും വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാനും സ്കൂളിൽ എത്തിയിരുന്നു. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത്, ഇലക്ഷൻ കൺവീനർ മുഹമ്മദ് സിനാൻ, PTA പ്രസിഡന്റ് അസീസ് മന്നലാങ്കുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി. സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ വേഗത്തിൽ വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയായി. CCTV ന്യൂസ് ഇമ്പാക്ട്. കുന്നംകുളം ടൗൺ ഹാൾ, ഏകലവ്യൻ ലൈബ്രറി റോഡ് പുനരുദ്ധാരണം അന്തിമഘട്ടത്തിൽ. ഏറെക്കാലമായി നാട്ടുകാരെയും യാത്രക്കാരെയും വലച്ച കുന്നംകുളം നഗരസഭ ടൗൺ ഹാൾ, ഏകലവ്യൻ സ്മാരക ലൈബ്രറി ലിങ്ക് റോഡിന്റെ ദുരിതയാത്രയ്ക്ക് ഒടുവിൽ വിരാമമാകുകയാണ്. റോഡിന്റെ ദയനീയാവസ്ഥയും കാൽനടയാത്രക്കാരും വാഹന ഡ്രൈവർമാരും നേരിടുന്ന പ്രയാസങ്ങളും ചൂണ്ടിക്കാട്ടി CCTV നൽകിയ നിരന്തര വാർത്തകളെ തുടർന്നാണ് നടപടി. തകർന്നടിഞ്ഞ റോഡ് പൊളിച്ചുമാറ്റി ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റു പ്രധാന ഭാഗങ്ങളിലേക്കും എളുപ്പത്തിലെത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. എന്നാൽ മഴ പെയ്താൽ റോഡിൽ വലിയ ഗർത്തങ്ങളും വെള്ളക്കെട്ടും രൂപപ്പെടുന്നത് പതിവായിരുന്നു. കുഴികളുടെ ആഴമറിയാതെ ഇരുചക്രവാഹനങ്ങൾ മറിയുന്നതും കാൽനടയാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കുന്നതും വലിയ ജനരോഷത്തിന് ഇടയാക്കിയിരുന്നു. ടൗൺഹാൾ പരിസരത്തെ ഓട്ടോ തൊഴിലാളികൾക്കും യാത്രക്കാർക്കും റോഡിന്റെ തകർച്ച വലിയ തിരിച്ചടിയായിരുന്നു. CCTV വാർത്തകളും നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നിരന്തരമായ ആവശ്യങ്ങളെയും തുടർന്നാണ് നഗരസഭ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത്. റോഡിലെ കുഴികളും വെള്ളക്കെട്ടും സൃഷ്ടിക്കുന്ന അപകടാവസ്ഥ കണക്കിലെടുത്ത് വാർഡ് കൗൺസിലർ മിനി മോൺസി നൽകിയ അപേക്ഷയും ടൗൺഹാൾ ഓട്ടോറിക്ഷ പാർക്കിലെ തൊഴിലാളികളുടെ അഭ്യർത്ഥനയും പരിഗണിച്ച് നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കുകയായിരുന്നു. വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതായി കണ്ട് നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തി പ്രവൃത്തി നടത്തുന്നതിന് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകി ഇന്റർലോക്ക് നിർമ്മാണം ആരംഭിച്ചു. പെട്ടെന്ന് തകർന്നു പോകാതെ കൂടുതൽ കാലം ഈടുനിൽക്കുന്ന രീതിയിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചാണ് റോഡ് പുനരുദ്ധരിക്കുന്നത്. ടൗൺഹാളിന് മുന്നിൽ നിന്നാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ട ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ എന്നിവർ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. റോഡ് സഞ്ചാരയോഗ്യമാകുന്നതോടെ പ്രദേശത്തെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ഡ്രൈവർമാരും. നിർമ്മിച്ചിട്ട് 1/4 നൂറ്റാണ്ടായിട്ടും ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ കാടുകയറി നശിച്ച് ചാവക്കാട് കടപ്പുറം മത്സ്യഭവൻ കെട്ടിടം. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യഭവൻ കെട്ടിടം അധികൃതരുടെ അവഗണന മൂലം നശിക്കുകയാണ്. കെട്ടിടം നിർമ്മിച്ച് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടെ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാത്തതാണ്
കെട്ടിടം കാടുകയറി നശിക്കാനും ഒരു ഭാഗം ഭാഗികമായി തകർന്നു വീഴാനും കാരണമായത്. 2001 കടപ്പുറം പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മത്സ്യഭവൻ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ 1/4 നൂറ്റാണ്ടുകാലമായിട്ടും ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ പോലും നിയമിക്കാൻ അധികൃതർ തയ്യാറായില്ല. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കടപ്പുറം പഞ്ചായത്ത്. സ്വന്തം പഞ്ചായത്തിൽ മത്സ്യഭവൻ കെട്ടിടം ഉണ്ടായിട്ടും ആനുകൂല്യങ്ങൾക്കും മറ്റുമായി പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ താണ്ടി ചാവക്കാട് നഗരസഭയിലുള്ള ഫിഷറീസ് ഓഫീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാൽ കെട്ടിടവും പരിസരവും പൂർണ്ണമായും കാടുകയറി കെട്ടിടത്തിന് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്നും മത്സ്യഭവനിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും മത്സ്യത്തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമെന്നോണമാണ് കടപ്പുറം പഞ്ചായത്തിൽ സ്വന്തമായിട്ടൊരു കെട്ടിടം മത്സ്യത്തൊഴിലാളികൾക്കായി പണിതത്. എന്നാൽ അത് ഉപയോഗശൂന്യമായി കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ബിൽഡിംഗ് ഇന്ന് നിലകൊള്ളുന്നത്. അടിയന്തരമായി സംസ്ഥാന സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അടിയന്തരമായി ആ ഓഫീസിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ആ ഓഫീസിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി ഉപകാരപ്രദമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. പുന്നയൂർ മന്നലാങ്കുന്ന് GFUP സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം വാർഡ് മെമ്പർ TA ആയിഷ നിർവഹിച്ചു. PTA വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പ്രകാശനം നടത്തിയത്. PTA പ്രസിഡന്റ് അസീസ് മന്നലാങ്കുന്ന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക പ്രതിനിധി ശബരീഷ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റസിയ ഫിറോസ്, ഷാമില റൌഫ്, PM നാസർ, ജിസ്ന ലത്തീഫ്, VH റബിയത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സിൻസി ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടത്തിയ PTA തെരഞ്ഞെടുപ്പിൽ അസീസ് മന്ദലാങ്കുന്ന് പ്രസിഡന്റ്, സബിഹാബി വൈസ് പ്രസിഡന്റ്, യൂസഫ് തണ്ണിത്തുറക്കൽ SMC ചെയർമാൻ, സെറീന സിറാജ് വൈസ് ചെയർപേഴ്സൺ, ജിസ്ന ലത്തീഫ് MPTA പ്രസിഡന്റ്, ഷാഹിന സക്കരിയ MPTA വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന നവമണലൂർ കാർബൺ ന്യൂട്രൽ മണലൂർ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി അശോക ഉദ്യാനം പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. മണലൂർ ഒരു ഔഷധ സസ്യോദ്യാനമായി മാറ്റുന്നതിന്റെ ആദ്യഘട്ടമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ചൂണ്ടൽ കുന്നിലുള്ള കർഷകൻ പ്രിൻസിന്റെ 1 ഏക്കർ സ്ഥലത്ത് നടന്ന ചടങ്ങിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ആദ്യ അശോക തൈ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 3 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലായി 6000 അശോക തൈകൾ നട്ട് സംരക്ഷിച്ച് മണലൂർ മണ്ഡലം മാതൃകാ അശോക ഉദ്യാനമായി മാറ്റുമെന്ന് MLA പറഞ്ഞു. നവമണലൂർ എന്ന ആശയം ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല MLA-മാരും പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും നവമണലൂർ എന്താണ് എന്ന് ചോദിക്കുന്നത് ഇന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ലോകം ഇന്ന് ആവശ്യപ്പെടുന്നൊരു പദ്ധതിയാണ്. കേരളം മാത്രമല്ല, ലോകം ആവശ്യപ്പെടുന്നൊരു പദ്ധതിയാണ് മണലൂരിൽ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത്. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ മറ്റത്തൂർ ലേബർ സഹകരണ സംഘമാണ് പദ്ധതിക്കാവശ്യമായ അശോക തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് കൺസൾട്ടന്റ് AO സണ്ണി, ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ്, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, കൃഷി ഓഫീസർ CM ഭുവന, ജനപ്രതിനിധികളായ KS ജിനി, KA രമേശ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈകളുടെ വിതരണം നടന്നു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടത്തുന്ന തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിവേക് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി സോമൻ, വാർഡ് മെമ്പർമാരായ ഗോവിന്ദൻകുട്ടി, വിജീഷ്, ഷീജ, സതീഷ് കുമാർ, ആനി ടീച്ചർ, ഷാജി വർഗീസ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഓരോ വാർഡിലേക്കും 1000 തൈകൾ വീതം വിതരണം നടത്തും.
എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ വാർഷിക കലോത്സവമായ ഓറ 2026 വർണ്ണാഭമായി സംഘടിപ്പിച്ചു. ബാല ചലച്ചിത്ര താരം കുമാരി ദുർഗ സി വിനോദ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആൻസലിൻ പൂവത്താനം നേതൃത്വം നൽകി. സ്റ്റാഫ് സെക്രട്ടറി ജീന ജോസ്, PTA പ്രസിഡന്റ് ജോജി M ദേവസി, അധ്യാപിക MM സോന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദുർഗ സി വിനോദ് മാർഷൽ ആർട്സ് പ്രകടനം നടത്തി. വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കലോത്സവത്തിന് കൂടുതൽ മിഴിവേകി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേടെറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി മാതൃകാ പരീക്ഷ നടത്തി. ആഗസ്റ്റ് 8 നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ മുന്നോടിയായി നടത്തിയ മോഡൽ പരീക്ഷ അധ്യാപകർക്ക് കൈത്താങ്ങായി. കേരളത്തിൽ 14 ജില്ലകളിലും KATF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മോഡൽ പരീക്ഷകൾ നടത്തിയിരുന്നു. സർവീസിലുള്ള അധ്യാപകർക്കായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരീക്ഷയുടെ കാറ്റഗറി 3, 4 വിഭാഗങ്ങൾക്കുള്ള മോഡൽ പരീക്ഷയാണ് നടത്തിയത്. വിദഗ്ധർ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ സൈക്കോളജി, കരിക്കുലം അസസ്മെന്റ്, ലാംഗ്വേജ് എന്നിവയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള 180 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പരീക്ഷാർത്ഥികൾക്ക് 2.5 മണിക്കൂറാണ് ഉത്തരമെഴുതാൻ സമയം അനുവദിച്ചത്. OMR ഷീറ്റിൽ പരീക്ഷ എഴുതിയതും കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ടതും വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഏറെ ആത്മവിശ്വാസം നൽകിയെന്ന് മോഡൽ പരീക്ഷ എഴുതിയ അധ്യാപകർ അഭിപ്രായപ്പെട്ടു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മോഡൽ പരീക്ഷയ്ക്ക് KATF സംസ്ഥാന അക്കാദമിക് വിംഗ് അംഗങ്ങളായ AV കാമിൽ, ആസിയ ചാവക്കാട്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ, ജനറൽ സെക്രട്ടറി അനസ് ബാബു, വനിതാ വിംഗ് ജില്ലാ കൺവീനർ യംസീന മരത്തംകോട് എന്നിവർ നേതൃത്വം നൽകി. KSSPU ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അനശ്വര ഗായിക S ജാനകി അനുസ്മരണവും ഗാനാലാപനവും നടത്തി. മുതുവട്ടൂർ ചിറ്റക് സദനിൽ തൃപ്പൂണിത്തുറ സംഗീത കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ കലാമണ്ഡലം NN കൊളത്താപ്പള്ളി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ ജാനകിയമ്മ അനുസ്മരണം നടത്തി. സാംസ്കാരിക വേദി കൺവീനർ KR ശശിധരൻ, ബ്ലോക്ക് രക്ഷാധികാരി PI സൈമൺ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, AK സുലോചന ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾ S ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ ആലപിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പും അമൃതം കർക്കിടകം പരിപാടിയും സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെയും കുടുംബശ്രീ CDSന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പിന്റെയും ഫുഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് വാഷ് ആൻഡ് സാനിറ്റൈസേഷൻ പദ്ധതി പ്രകാരമുള്ള അമൃതം കർക്കിടകം പരിപാടിയും സംഘടിപ്പിച്ചത്. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, സ്ഥിരം സമിതി അധ്യക്ഷരായ VV തിലകൻ, നിവ്യ റനീഷ്, ആസൂത്രണ സമിതി അംഗങ്ങളായ ജെയിംസ് കാട്ടൂക്കാരൻ, C അംബികേശൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ വിജിത മജനു, റിസോഴ്സ് പേഴ്സൺ അലീഷ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജി ജോസ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജനപ്രതിനിധികളും CDS അംഗങ്ങളും വയോജനങ്ങളും നാട്ടുകാരും ക്യാമ്പിൽ പങ്കെടുത്തു. അറബി ഭാഷാ മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ടെന്നും അത് ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും KATF ചാവക്കാട് സബ് ജില്ലാ പ്രസിഡന്റും മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപകനുമായ ഡോക്ടർ അനീസ് ഹുദവി അഭിപ്രായപ്പെട്ടു. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അലിഫ് അറബിക് ക്ലബും ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനാധ്യാപിക KI ജിഷ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും അലൈനിലെ ഇന്ത്യൻ സ്കൂൾ അധ്യാപകനുമായ K സുഹൈൽ APJ അബ്ദുൽ കലാം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിനിയും സംസ്ഥാന കലോത്സവ ജേതാവുമായ അർഷിദ അബൂബക്കർ നിർവഹിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. റിട്ടയേർഡ് അധ്യാപകരായ അബ്ദുൽ ഖാദർ, ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് കോർഡിനേറ്റർമാരായ P മുനീർ സ്വാഗതവും ഷെഫീഖ് വാഫി നന്ദിയും പറഞ്ഞു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ കേസിൽ 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ കാഞ്ഞിരച്ചുവട് പണ്ടാത്തറ വീട്ടിൽ ഷൈബിൻ, ചെമ്മാപ്പള്ളി കായംപിള്ളി ആൽ, കൊരമ്പി വീട്ടിൽ അനീഷ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 3-ന് രാത്രി പെരിങ്ങോട്ടുകര കൊട്ടേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി 90,000 രൂപ വില വരുന്ന 7 തട്ടുകളും 26-ന് രാത്രി ചാഴൂർ വപ്പുഴ ചുള്ളിപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെ തിടപ്പള്ളിയുടെ വാതിൽ പൊളിച്ചകത്തു കയറി
75,000 രൂപ വില വരുന്ന 15 വിളക്കുകളുമാണ് ഇരുവരും കവർന്നത്. മോഷണ മുതലുകൾ അനീഷിന്റെ ഓട്ടോറിക്ഷയിലാണ് കടത്തിക്കൊണ്ടുപോയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെയും മറ്റ് സ്റ്റേഷനുകളിലെയും ക്ഷേത്രങ്ങളിൽ നടന്ന മോഷണങ്ങളിലും പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണം നടത്തിവരികയാണ്. ഷൈബിൻ മറ്റൊരു കവർച്ചാ കേസിൽ ഉൾപ്പെടെ 4 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അന്തിക്കാട് SHO കേഴ്സൺ, SI മാരായ കൊച്ചുമോൻ റിജി, സീനിയർ CPO അർജുൻ, CPOമാരായ അനൂപ്, ധനേഷ്, ഷാജി, അംജിത്ത്, ഗോപൻ കുമാർ, സമീർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ പ്രതിമാസ സുവിശേഷ യോഗം ഓഗസ്റ്റ് 2 ഞായറാഴ്ച കുന്നംകുളത്ത് നടക്കും. വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 മണി വരെയാണ് സുവിശേഷ യോഗം. കടമറ്റം ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ സീബ കോലഞ്ചേരി വചന ശുശ്രൂഷ നിർവഹിക്കും. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച സുവിശേഷ യോഗവും ഉണ്ടായിരിക്കുന്നതാണെന്നും വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. 200 വർഷത്തോളം പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. വൻ ദുരന്തം ഒഴിവായി. എരമംഗലം കല്ലൂർപുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ആൽമരമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കടപുഴകി വീണത്. മരം വീഴുന്നതിന് മുമ്പ് വിണ്ടുകയറുന്ന വലിയ ശബ്ദം കേട്ട തൊട്ടടുത്ത കടയിലുണ്ടായിരുന്നവർ ഉടൻ നാട്ടുകാരെ വിവരമറിയിച്ചതിനാൽ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. തുടർന്ന് നിമിഷങ്ങൾക്കകം ആൽമരം നിലംപതിക്കുകയായിരുന്നു. പണി കഴിഞ്ഞ സമയത്ത് പൈപ്പിൽ വെള്ളമാക്കി കൈകൊണ്ട് പോകുമ്പോൾ ഇതിങ്ങനെ വീണ്ടുന്ന സംഭവം കണ്ടപ്പോൾ ഞാൻ മറ്റുള്ള നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ അനീഷ്, ഗോകുല്, ജീനി അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെ വിളിച്ച് എത്ര വേണ്ടി ഓടി വാന്ന് പറഞ്ഞപ്പോൾ അവര് വെച്ച് പാമ്പിനെ കണ്ടെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് വീണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ആല് വീണത്. അതാണ് സംഭവിച്ചത്. സംഭവ സമയത്ത് സമീപത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കടപുഴകി വീണ ആൽമരത്തിന്റെ ശാഖകൾ സമീപത്തെ ചീരമ്പത്തേൽ അമ്മുവിന്റെ വീടിന് മുകളിലേക്ക് പതിച്ച് വീടിന് ഭാഗിക നാശനഷ്ടമുണ്ടായി. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന കുറ്റേരി ഗോപിയുടെ വീടിന്റെ മതിലും തകർന്നു. വിവരമറിഞ്ഞെത്തിയ പൊന്നാനി അഗ്നിരക്ഷാസേന മണിക്കൂറുകളോളം നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് മരത്തിന്റെ ശാഖകൾ മുറിച്ചുമാറ്റി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെയുള്ള സഞ്ചാരം പൂർവ്വസ്ഥിതിയിലാക്കിയത്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, പഞ്ചായത്ത് അംഗങ്ങൾ, പെരുമ്പടപ്പ് പോലീസ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ായിട്ടാണ് വീണിട്ടുള്ളത്. അവര് ഒരു വീടിന്റെ ചുറ്റുമതിലും തകർന്ന ഒരവസ്ഥയിലാണ്. ആ വീടിന്റെ അവിടെ നിന്നും വീടിന് മുകളിൽ നിന്നുള്ള മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് വന്നിട്ട് പിന്നെ മരം വെട്ടുന്ന ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട്. അവര് അല്പസമയത്തിനുള്ളിൽ എത്തും. KSEB, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരൊക്കെ ദ്രുതഗതിയിൽ വന്നിട്ട് ഏറ്റവും പെട്ടെന്ന് ഇവിടുന്ന് മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വിസ്ഡം സ്റ്റുഡൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ടീൻ സ്പേസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടന്നു. പൂത്തോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ഓഫീസിൽ നടന്ന യോഗം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം റിയാസ് തൃശൂർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 18 ഞായറാഴ്ച പുന്നൂർകുളം പരൂരിൽ ഡ്രീം പാലസിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന വിവിധ സെഷനുകളും പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. വിസ്ഡം സ്റ്റുഡന്റ് ജില്ലാ പ്രസിഡന്റ് അസ്ലം വലപ്പാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നസറുല്ല മസൂദ്, ഫഹിം അൽ ഹിക്മി, ജാസിർ ചാവക്കാട്, സഫ്വാൻ ചാവക്കാട്, ആദിൽ സാദിഖ് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ലൂമിനിക്സ് 2026 സമാപിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പാൾ ഫാദർ ഹെബിക് എടപ്പള്ളി VCയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം ഗായികയും നർത്തകിയും വനിതാരത്നം അവാർഡ് വിജയിയുമായ ടീന എഡ്വിൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, PTA പ്രസിഡന്റ് ജിൻഡോ തരകൻ, ബർസാർ ഫാദർ ജോസഫ് പള്ളിക്കാമടം VC എന്നിവർ സംസാരിച്ചു. LP മുതൽ ഹൈസ്കൂൾ വരെ 4 ഗ്രൂപ്പുകളിലായി നടന്ന മത്സരങ്ങളിൽ 600 വിദ്യാർത്ഥികൾ വിവിധ വേദികളിൽ മാറ്റുരച്ചു. യോഗത്തിന് കൺവീനർ റിനി ഫ്രാൻസിസ് സ്വാഗതവും മീന സണ്ണി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ.
ചരമം കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള NGO ഫ്രണ്ട് മുൻ ജില്ലാ പ്രസിഡന്റും റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന ആർത്താറ്റ് ചുങ്കത്ത് ഉതുപ്പു ജോസ് നിര്യാതനായി 79 വയസ്സായിരുന്നു. റിട്ടയർഡ് വില്ലേജ് ഓഫീസറായിരുന്നു പരേതൻ. സംസ്കാരം ഓഗസ്റ്റ് 2 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ നടക്കും. ഓമന ഭാര്യയും ധന്യ, അരുൺ എന്നിവർ മക്കളുമാണ്. കുനമുച്ചി ചാഴൂർ വീട്ടിൽ ജോൺസൺ ഭാര്യ PK ബീന നിര്യാതയായി. 59 വയസ്സായിരുന്നു. കുനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം ആഗസ്റ്റ് 1 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുനമുച്ചി സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. അഖിൽ, അനു, ഏഞ്ചൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണമെന്നും സാമ്പത്തിക കാര്യങ്ങളിലെ കോടതി ഇടപെടലുകൾ സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി. പന്നിത്തടത്ത് വൻതോതിൽ ഹാൻസ് കടത്തുകയായിരുന്ന പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വാഹനത്തിൽ നിന്നും 18 ചാക്ക് ഹാൻസ് പോലീസ് കണ്ടെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ വളപ്പിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് അതിവേഗം നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന നവമണലൂർ കാർബൺ ന്യൂട്രൽ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി അശോക ഉദ്യാനം പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ചൂണ്ടൽകുന്നിലുള്ള കർഷകൻ പ്രിൻസിന്റെ 1 ഏക്കർ സ്ഥലത്ത് നടന്ന ചടങ്ങിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ആദ്യ അശോക തൈ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരമാലകൾ ഉയരുന്നു. വറുതിയുടെയും കടക്കണിയുടെയും നാളുകൾക്ക് വിരാമമാകുമെന്ന വിശ്വാസത്തിൽ ബോട്ടുകളും തൊഴിലാളികളും പുതിയ മത്സ്യബന്ധന സീസണിനായി അവസാനവട്ട ഒരുക്കങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.